ഹലോ ഹായ് ബീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഞങ്ങൾ എറണാകുളത്തേക്ക് പോയ കുറച്ച് വിശേഷങ്ങളാണ്. എൻ്റെ ഏട്ടൻ്റെ മക്കൾ വന്ന് ഞങ്ങളെ കൊണ്ടുപോവുക ചെയ്ത്. അപ്പോൾ പോകുമ്പോൾ കഴിക്കാനായിട്ട് ഞാൻ കുറച്ച് പലഹാരങ്ങൾ ഉണ്ടാക്കി വണ്ടിയിൽ നിന്ന് കഴിക്കാനായിട്ട്. അപ്പോൾ അതും കൂടി ഇതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം അതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ കുറച്ച് നെയ്യപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് അരി കുതിർത്തി വെച്ചിരുന്നു. അരി കുതിർത്തിയത് പൊടിച്ചെടുത്ത് നല്ല ജീരകവും ഉപ്പും ചേർത്ത് പൊടിച്ചെടുത്താണ്. ശർക്കര പാനി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ പൊടിയിലേക്ക് നമ്മൾ ശർക്കര പാനി തണുത്തതാണ് വെച്ചെടുക്കുന്നത്, തണുപ്പിച്ച് അരിച്ചെടുത്തതാണ്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത്, അതിൽ അപ്പക്കാരൊന്നും കൂടിയിട്ടില്ല. പഴയ കാലത്ത് ഇങ്ങനെയാണ് നെയ്യപ്പം തയ്യാറാക്കുക. ശർക്കര, തണുത്ത ശർക്കര, അരി പൊടിച്ചത്. അന്നോ ഇന്നൊക്കെ ഒരുപോലെ തന്നെയാണ്. കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നെയ്യപ്പം പൊരിക്കുന്നതിൽ. ഇത് ഞാൻ പഴയ രീതിയിലുള്ള നെയ്യപ്പം പൊരിക്കുന്നതാണ് നിങ്ങളോട് പറയുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്യപ്പമായിരുന്നു. അപ്പോൾ ഇതിലേക്ക് കുറച്ച് തേങ്ങ, പിന്നെ അണ്ടി മുന്തിരിയൊക്കെ ഒന്ന് വറുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്തെടുത്ത് കുറച്ച് ടൈം അടച്ച് വെച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. 3-4 മണിക്കൂർ. അതുപോലെ അരി കുതിരാനോ ഒരു 3-4 മണിക്കൂർ വേണം. അപ്പോൾ ഞാൻ പൊരിച്ചെടുത്തതിൻ്റെ ശേഷം കാണിച്ചതാണ്. ഞാൻ പഴം നിറക്കാനുള്ള പണ്ടം റെഡിയാക്കിയതാണ്. നെയ്യിൽ അണ്ടിമുന്തിരിയും വഴറ്റിയതിൻ്റെ ശേഷം തേങ്ങയും കൂടി വഴറ്റി പഞ്ചസാര ഏലക്കായ്പ്പൊടി ഇട്ട് വഴറ്റിയെടുത്തതാണ്. പിന്നെ ഇതൊക്കെ ഒന്ന് നിറച്ചെടുക്കുക ചെയ്ത്. പിന്നെ ഇതൊക്കെ ഒന്ന് ഞാൻ വെളിച്ചെണ്ണയിലാണ് പൊരിച്ചെടുത്തത്. നെയ്യപ്പവും വെളിച്ചെണ്ണ പൊരിച്ച്. പിന്നെ ബീഫും പൂളയൊന്നും ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ രണ്ടും കൂടി ഒന്നിച്ച് വെക്കാതെ വേറെ വേറെ വേവിച്ചെടുത്തത്. വെള്ളിയാഴ്ചയായിരുന്നു ഞങ്ങൾ പോയത്. അപ്പോൾ ബീഫ് കിട്ടിയപ്പോൾ വേവിച്ച്, അതുപോലെ പൂള പുഴുങ്ങിയതും ഒക്കെ റെഡിയാക്കി ഞങ്ങൾ പോകാനായിട്ടൊക്കെ പാക്ക് ചെയ്ത് വെച്ച്. അപ്പോഴേക്കും എൻ്റെ ഏട്ടൻ്റെ മക്കൾ വന്ന്. ഇവർക്ക് അവിടെ ഫ്ലാറ്റ് ഉണ്ട്. അവർ ഓഫീസൊക്കെ അവിടെയാണ്. അവർ കമ്പനീൻ്റെ ഓഫീസൊക്കെ അവിടെയാണ്. സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നവരാണ് ഇവർ. ഇത് കൊച്ചുമോനാണ്. കൊച്ചുമോൻ എന്നാണ് ഞങ്ങൾ വിളിക്കുക. ഏട്ടത്തിൻ്റെ പേരക്കുട്ടിയാണ്. അതുപോലെ അല്ലൂട്ടൻ അജ്മൽ, ഓൻ ആലുവയിലാണ് ഓൻ്റെ ഫ്ലാറ്റ്. അപ്പോൾ രണ്ടാളെടുത്തു എത്തി. ആദ്യം അല്ലൂട്ടൻ്റെ ഫ്ലാറ്റിലേക്കാണ് പോണത്. ഇതപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. വീഡിയോ എടുക്കാനൊന്നും ശരിക്കും പറ്റിയില്ല. ചെല്ലുമ്പോൾ നല്ല കാറ്റുണ്ടായിരുന്നു. അത് ഭയങ്കര രസമാണ്. നല്ല തണുത്ത കാറ്റ്, നല്ല രസമായി. പിന്നെ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു. ജസ്റ്റ് ഒന്ന് എടുത്തിട്ടേ ഉള്ളൂ. ഇപ്പോൾ രാത്രിയിലുള്ള കാഴ്ചയുടെ ബാൽക്കണിയിൽ നിന്നും ഞാൻ വീഡിയോ എടുത്തതാണ്. ഇവർ കൊച്ചുമോനും വൈഫും ഓരോ ഫ്ലാറ്റിലേക്ക് പോവാണ്. ഞങ്ങൾ നാളെ വരാമെന്ന് പറഞ്ഞ്. രാവിലെ എണീറ്റ് വന്നപ്പോൾ അല്ലൂട്ടനിതാ ഇവിടെ ഇരിക്കുന്നുണ്ട്. കാൽച്ചായ കുടിക്കുക. ഞങ്ങൾ കാൽച്ചായ കുടി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അതാ ചായയും കാനൊക്കെ റെഡിയായി. ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് ചായ കുടിക്കുകയാണ്. ഭയങ്കര രസമായി അവിടെ പോയത്. നമ്മൾ വന്നിട്ട് ഈ കയ്യും വെച്ച് കുറേ ആയി. പിന്നെ പോകാനായപ്പോഴാണ് ഒന്ന് പോകാൻ പറ്റിയത്. അതിനിടയ്ക്ക് കുറേ പ്രാവശ്യം വിളിക്കണേ, കയ്യിൻ്റെ ഇതൊന്ന് റെഡി ആവട്ടെ വെച്ച് ഇങ്ങനെ പോയില്ല. ഭയങ്കര രസമുള്ള സ്ഥലങ്ങളിത് കാണാൻ. ഫ്ലാറ്റിൻ്റെ ഇത് 19ാമത്തെ നിലയിലാണ്. ഇതാണ് അല്ലൂട്ടൻ അജ്മൽ. ഇതിന് കല്യാണം നോക്കുന്നുണ്ട്. ഒരു കല്യാണം വേണം. എനിക്ക് സ്വന്തമായിട്ട് ബിസിനസ് നടത്തുന്ന ആളാണ്. സ്റ്റഡി അബ്രോഡ്. അവൻ്റെ ഓഫീസിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ കാണിക്കാൻ. പിന്നെ രാത്രി വീഡിയോ എടുത്തില്ല. അതിൻ്റെ ഒരു പകലിലുള്ള ഒരു കാഴ്ചയാണിത്. ഓരവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു വീഡിയോ എടുത്തതാണ്. ഞങ്ങൾ ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് അല്ലൂട്ടൻ്റെ ഓഫീസ് കണ്ടിട്ട് എന്നിട്ട് കൊച്ചുമോൻ്റെ റൂമിലും ഫ്ലാറ്റിലും പോകണം. ഇപ്പോൾ നമ്മളത് ആ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി ലിഫ്റ്റിലാണ്. ലിഫ്റ്റിൽ നിന്ന് ഞാൻ വെറുതെ ഒരു ഫോട്ടോ എടുത്തതാണ്.
താഴേക്ക് എത്തിയിട്ടുള്ള ചെറിയൊരു കാഴ്ച. ഒരുപാട് ടൈമൊന്നും എടുക്കാൻ പറ്റിയില്ല. അല്ലുട്ടന് വണ്ടിയും കൊണ്ട് അവിടെ വെയിറ്റ് ചെയ്യണം. അല്ലുട്ടൻ്റെ സിസ്റ്ററാണ്, അജ്മലിൻ്റെ സിസ്റ്ററാണ് ഫിദ. ഓളാണ് മുന്നിൽ പോയത്. ഞാൻ പറയാൻ വിട്ടതാ. അപ്പോൾ നമ്മൾ ഓഫീസിലേക്ക് പോവാണ്, ഓഫീസ് കാണാൻ വേണ്ടി പോവാണ്. അതിനു മുന്നേ സ്റ്റഡി അബ്രോഡിനെ കുറിച്ചുള്ള കുറച്ച് വിശേഷം. 2026 യൂറോപ്പാണോ നിങ്ങളുടെ ഡ്രീം ഡെസ്റ്റിനേഷൻ? 100% സ്കോളർഷിപ്പോട് കൂടിയുള്ള ഫ്രീ എഡ്യൂക്കേഷൻ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ജർമ്മനി, ഓസ്ട്രിയ ആണ് ബെസ്റ്റ് ഓപ്ഷൻ. ഫാമിലിയോടൊപ്പമുള്ള മൈഗ്രേഷൻ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഫിൻലാൻഡ്, ഡെൻമാർക്ക്, സ്പെയിൻ, സ്വീഡൻ എന്നീ ഓപ്ഷൻസും അവൈലബിൾ ആണ്. ഇനി അതല്ല, അഫോർഡബിൾ ആയിട്ടുള്ള ഫീ സ്ട്രക്ചറിൽ ഒരു ഇന്റർനാഷണൽ ഡിഗ്രി ആണ് അല്ലെങ്കിൽ UG ഓർ PG ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ചെക്ക്, പോളണ്ട്, ലാറ്റ്വിയ പോലത്തെ ഓപ്ഷൻസ് എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഇതിലെല്ലാം ഉപരി ഇതിലേത് കൺട്രി ചൂസ് ആക്കിയാലും 29 കൺട്രീസിലോട്ട് എൻട്രി ഉള്ള ഷെങ്കൻ വിസയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. സോ വിസ റിജക്ഷൻ ഇല്ലാതെ പ്രോപ്പർ ഡോക്യുമെന്റേഷനുമായി എങ്ങനെ നിങ്ങളുടെ ഡ്രീം ഡെസ്റ്റിനേഷനിലേക്ക് എത്താമെന്ന് അറിയാനായി ഇപ്പോൾ തന്നെ എക്സ്പോർട്ടിനെ കോൺടാക്ട് ചെയ്തു. അജ്മലിൻ്റെ ടോക്ക് കേട്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇതിൽ ഞാൻ നമ്പർ കൊടുക്കാം. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയേ. അതുപോലെ ഇപ്പോൾ നമ്മൾ ഓഫീസിലേക്ക് എത്തിയിട്ടോ. ഓഫീസിലേക്ക് എത്തി. ഓഫീസിൻ്റെ ഫസ്റ്റ് കയറി വരുന്ന സ്ഥലമാണിത്. ഇവിടെ ഒരു 10-12 സ്റ്റാഫുകളൊക്കെ ഉണ്ട്. ഫിദ ഓരോ റൂം നമുക്ക് കാണിച്ചു തരാണ്. അല്ലുട്ടൻ്റെ ഓഫീസ് റൂമാണ്. അവിടെ പപ്പനായിട്ട് സംസാരിച്ചിരിക്കുകയാണ്. ഓരോന്നിനായിട്ട് പ്രത്യേകം സജ്ജീകരിച്ച റൂമുകളൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. BBC ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണരുത്. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഒന്നും വിട്ടോ അത് ചെയ്യണേ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ പോണത് കൊച്ചുമോൻ്റെ ഫ്ലാറ്റിലേക്കാണ്. കൊച്ചുമോനെ കളിക്കുമ്പോൾ ഷാഹിദാണ് അവൻ്റെ പേര്. ഇവരെ കമ്പനീൻ്റെ ഓഫീസ് കാണാൻ പോകാൻ പറ്റിയിട്ടില്ല, ടൈം കിട്ടിയിട്ടില്ല കൊച്ചുമോൻ്റെ. നമ്മളിതാ കൊച്ചുമോൻ്റെ ഫ്ലാറ്റിലേക്ക് എത്തിയേ. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു വെക്കുക. നല്ല രസമുള്ള ഫ്ലാറ്റ് കാണാൻ, നല്ല വൃത്തിയും ഭംഗിയൊക്കെ ഉണ്ട്. കയറി വരുന്ന സ്ഥലമാണിത്. ബെഡ്റൂമുണ്ട്, കിച്ചണ്, ഹാള്, ബാൽക്കണി, 2 ബാൽക്കണി. നല്ല രസമുണ്ട്. എവിടെ നിന്ന് നോക്കിയാലും നല്ല രസമുള്ള വ്യൂ ആണ് കാണാൻ. കാണിക്കാം. അടിപൊളി സ്ഥലം. ഞങ്ങളെല്ലായിടത്തും ഓടി നടന്ന് കാണുകയാണ്. ഈ ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ നല്ല ഭംഗിയുള്ള കായൽ, നല്ല രസമുണ്ട്. നല്ല സൈലൻ്റായിട്ടുള്ളൊരു സ്ഥലം. കായൽ തന്നെ നിശബ്ദമായിട്ട് കിടക്കുന്ന കായൽ. ഒരു മനോഹരമായ കാഴ്ചയുണ്ട്. അവിടെ നിന്നിട്ട് കുറേ ഫോട്ടോസ് എടുത്തതിന്.
ഞാനും പപ്പയും കൂടെ അവിടെ നോക്കി നിന്നിട്ട് മതിയാവല്ല, അത്രയ്ക്ക് രസമുള്ള സ്ഥലം. ഇപ്പുറത്തെ ഈ ബാൽക്കണിയിൽ വന്നിട്ട് നിന്നാലും ഇവിടെ നോക്കുമ്പോഴും അതിനേക്കാളും ഭംഗിയില്ല കാഴ്ച. എത്ര കണ്ടാലും മതി വരാത്ത ഒരു സ്ഥലം. പപ്പ കുറേ വീഡിയോസ് എടുത്ത്, ഞാനും കുറേ വീഡിയോസ് എടുത്തു. പപ്പൻ്റെ ഫോണിലുള്ള വീഡിയോസൊന്നും ഞാൻ ഇട്ടിട്ടില്ല, എൻ്റെ കയ്യിലുള്ള തന്നെ ഉണ്ട് കുറേ. ഇത് കൊച്ചുമോനും, ഇത് അജ്മലിൻ്റെ അമ്മയാണ്, സിന്ധുമോളെന്ന് നമ്മൾ വിളിക്കുന്നത്, ഏട്ടത്തിൻ്റെ മോളാണ്. കൊച്ചുമ്മ അവിടെ ഇങ്ങനെ നിൽക്കണുണ്ടപ്പോഴേ ഞാൻ ഒരു വീഡിയോ എടുത്താ. പപ്പൻ്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുത്താണ്. കൊച്ചുമ്മൻ്റെ ചെറിയ കുട്ടിയാണ്. അവന് നമ്മളായിട്ട് നല്ല കൂട്ടായി. പോരാനായപ്പോഴത്തേക്ക് നല്ല രസമുണ്ട് സംസാരം. 2 മക്കളുണ്ട്. ഫോട്ടോസ് എടുക്കൽ കഴിഞ്ഞ് അവിടുന്ന് ചായയെല്ലാം കുടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ ടൈമായി ഉച്ചക്ക്. അപ്പോൾ ഇവിടെ മീനോളജി പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ്, അവിടെ കയറി. നല്ല അടിപൊളി ഫുഡായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല സാമ്പാർ. ഞാൻ പപ്പ അവരൊക്കെ മീൽസ് തന്നെ കഴിച്ച്. ഒരു കൂട്ടർ ബിരിയാണി, ഒരാൾക്ക് നെയ്ച്ചോറ്, ഒരാൾക്ക് തേങ്ങാപ്പാലിൽ വെച്ച ചോറാണ്. നമ്മളെ നാട്ടിലത്തെ തേങ്ങാച്ചോറിന് മറ്റേ ടേസ്റ്റ് അല്ല, അത് വേറെ. എല്ലാം ഷെയർ ചെയ്ത് കഴിച്ച് ഒരുപാട് രസമായി. ഇതാണ് ഷംലി, കൊച്ചുമോൻ്റെ വൈഫ്. നമ്മൾ ഫാർമസിസ്റ്റാണ്. അങ്ങനെ അടിപൊളി ഫുഡായിരുന്നു. പിന്നെയും പറഞ്ഞു പോകാൻ അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ മീൻ വാങ്ങി, കാളാഞ്ചി, നല്ല റേറ്റാണത്. ഒരു മീനിന് മാത്രം 2000 രൂപയ്ക്ക്. എന്നാലും അടിപൊളിയായിട്ട് കഴിച്ചു. നല്ല സർവീസ് ഒക്കെ പറഞ്ഞാൽ മതിയല്ലോ, അത്രയ്ക്കും ടേസ്റ്റും ഇവരെ സർവീസൊക്കെ നല്ല ഇതായിരുന്നു. നല്ല വൃത്തിയും വെടിപ്പൊക്കെ ഉള്ള നല്ലൊരു ഹോട്ടൽ. സന്ധ്യ കഴിക്കുന്നതാണ് തേങ്ങാച്ചോറ്. ഇതാണ് കാളാഞ്ചി. പിന്നെ നമ്മളവിടുന്ന് ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയും മതി. നമുക്ക് അടുത്ത എപ്പിസോഡിൽ ബാക്കി ഭാഗം ഞാൻ കാണിക്കാം. ഇപ്പോൾ നമ്മൾ പോണ സ്ഥലമാണ് കടമക്കുടിയിലെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു.